കോഴിച്ചാൽ പാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. തേജസ്വിനി പുഴയുടെ കോഴിച്ചാൽ ഭാഗത്താണ് പാലം നിർമ്മിക്കുന്നത്. 5 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ 1/4 ഭാഗവും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ താൽക്കാലികമായി വാഹനങ്ങൾ ഇതുവഴി ഓടിത്തുടങ്ങി. 2024 ഫെബ്രുവരി 20 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസാണ് പാലത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കോഴിച്ചാൽ IHDP ഉന്നതിയിലേക്കുള്ള യാത്രാദുരിതം പൂർണ്ണമായും പരിഹരിക്കപ്പെടും. നിലവിൽ പുഴയ്ക്ക് കുറുകെയുള്ള നടപ്പാലത്തിലൂടെയാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത്. എന്നാൽ മഴക്കാലമായാൽ പുഴയിൽ വൻതോതിൽ ജലനിരപ്പ് ഉയരും. ഇതോടെ പ്രായമായവർക്കും കുട്ടികൾക്കും പുറം ലോകത്തെത്താൻ ഏറെ ബുദ്ധിമുട്ടാണ്. രോഗികളെ കസേരയിൽ ചുമന്ന് പുഴ കടത്തി വേണം ആശുപത്രിയിൽ എത്തിക്കാൻ. ഇതിനു പുറമെ മഴക്കാലത്ത് ഈ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെടും. പാലമില്ലാത്തതിനാൽ ചില സമയങ്ങളിൽ നാട്ടുകാർക്ക് സഹായിക്കാൻ കാലതാമസം നേരിടുന്നതും പതിവാണ്. കോഴിച്ചാൽ IHDP ഉന്നതിയിൽ 100 കണക്കിന് ആളുകളാണ് താമസിക്കുന്നത്. എന്നാൽ മഴക്കാലമായാൽ ഇവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. ഒരു ഭാഗം കർണാടക വനവും മറുഭാഗം തേജസ്വിനി പുഴയുമാണ്. വനത്തിൽ നിന്നും കാട്ടാനകൾ ഇറങ്ങി ഭീതി വിതയ്ക്കുന്നത് പതിവാണ്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് പൂവണിയുന്നത്. പുഴയ്ക്കു കുറുകെ കോഴിച്ചാലിൽ നിർമ്മിക്കുന്ന പാലത്തിന് 5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 50 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിച്ചത്. 1.5 മീറ്റർ വീതിയിലുള്ള നടപ്പാതയുമുണ്ട്. TI മധുസൂദനൻ MLA, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ എന്നിവരുടെ ഇടപെടലാണ് മഴയ്ക്ക് മുൻപ് പാലം ഗതാഗത യോഗ്യമാക്കാൻ ഇടയാക്കിയത്. അപ്രോച്ച് റോഡ് നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. കൊല്ലംപറമ്പിൽ ബോർവെൽസ്, ചെറുപുഴ. കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു. മാസ്റ്റർ ഡ്രില്ലിംഗ്, ട്രാക്ടർ ഡ്രില്ലിംഗ്, ഇൻവെൽ ഡ്രില്ലിംഗ്. കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം. കേരള സർക്കാർ അംഗീകൃത ഏജൻസി.